അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്കായി പലപ്പോഴും പല യാത്രകളും നാം നടത്താറുണ്ട്. മതപരമായതോ ഭൗതികപരമായതോ ആയ ഏത് ആവശ്യങ്ങൾക്കാണെങ്കിലും യാത്രകളിൽ നാം ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്, ചില മര്യാദകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാത്രയിൽ അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതിനെ പരിഗണിച്ചുകൊണ്ട് യാത്ര എന്നത് ശിക്ഷയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് എന്ന പ്രവാചക പ്രസ്താവന അത് ഏറെ ശ്രദ്ധേയമാണ്. ഏതൊരു യാത്രയും തന്റെ പരലോകമോക്ഷത്തിന് കോട്ടം വരുത്താത്തതാക്കുക എന്നത് വിശ്വാസിയുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ തന്നെ യാത്രാ മര്യാദകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പാലിക്കുക എന്നത് വളരെ അനിവാര്യവുമാണ്. ഇത്തരത്തിൽ യാത്രയിൽ നാം ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട 12ഓളം മര്യാദകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം അൽ ഇസ്തിഖാറ അഥവാ ഖൈറിനെ തേടുക എന്നതാണ്. എന്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ജീവിതത്തിൽ നാം കാലെടുത്ത് വെക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനമായ വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുകയാണെങ്കിലും എല്ലാം അള്ളാഹുവിനോട് മാർഗനിർദ്ദേശം ചോദിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഭൗതികപരമായതോ പാരത്രികപരമായതോ ഏതൊരു വിഷയമാകട്ടെ, ഒരു പുതിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു യാത്രയിലേക്ക് നാം പ്രവേശിക്കുകയാണെങ്കിലോ ഒക്കെ അള്ളാഹുവിനോട് മാർഗനിർദ്ദേശം തേടുക എന്നത്, ഖൈറിനെ തേടുക എന്നത് വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഖാറത്ത് സ്വഹാബത്തിനെ പഠിപ്പിക്കുന്ന രൂപം അദ്ദേഹം പറയുന്നതായി കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഖാറ ഫിൽ ഉമൂർ കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. അഥവാ വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം അത് പഠിപ്പിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്തിഖാറത്തിന്റെ വിഷയം ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. അഥവാ എന്തൊരു കാര്യത്തിലും അള്ളാഹുവിനോട് ഖൈറിനെ തേടുക എന്നത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച കാര്യമാണ് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി ഫല്യർകഅ റകഅതൈൻ. അഥവാ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ, തീരുമാനിക്കുകയാണെങ്കിൽ, ആദ്യം നിങ്ങൾ 2 റകഅത്ത് നമസ്കരിക്കുക. മിൻ ഗൈരിൽ ഫരീദ, ഫർളല്ലാത്ത ഐച്ഛികമായി കൊണ്ട് 2 റകഅത്ത് സുന്നത്ത് നമസ്കരിക്കുക. സുമ്മ ലിയഖുൽ, എന്നിട്ട് അതിനുശേഷം അല്ലാഹുവിനോട് തേടുക, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക. അല്ലാഹുവേ, നിന്റെ അറിവ് കൊണ്ട് ഞാൻ നിന്നോട് ഖൈറിനെ തേടുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നോട് മാർഗനിർദ്ദേശം തേടുന്നു. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക, നിന്റെ കെടിവിനെ കൊണ്ട് നിന്നോട് ഞാൻ കെടിവിനെയും തേടുന്നു. വഅസ്അലുക മിൻ ഫദ്ലികൽ അലീം. അല്ലാഹുവേ, മഹോന്നതമായ നിന്റെ ഔദാര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫഇന്നക തഖ്ദിർ വലാ അഖ്ദിർ, നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്, ഞാൻ അതിന് കഴിവുള്ളവനല്ല. വതഅലമു വലാ അഅലമു, നീ എല്ലാ കാര്യങ്ങളും വിശാലമായി അറിയുന്നവനാണ്, ഞാൻ അങ്ങനെ അറിയുന്നവനല്ല. വഅൻത അല്ലാമുൽ ഗുയൂബ്, നീ അദൃശ്യ കാര്യങ്ങൾ പോലും അഗാധമായി അറിയുന്നവനാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലം, അല്ലാഹുവേ, അന്ന ഹാദൽ അംർ, ഈ കാര്യം, അവിടെ കാര്യം നമുക്ക് എന്താണെന്ന് അറബിയിൽ സൂചിപ്പിക്കാം. അപ്പോൾ ഈ കാര്യം അത് ഖൈറുൻ ലീ ഫീ ദീനി, എന്റെ ദീനിന്റെ വിഷയത്തിലും, വ മആശി, എന്റെ ഭൗതികപരമായ ജീവിത കാര്യങ്ങളിലും എനിക്ക് ഉത്തമമായതായി നിനക്ക് അറിവുണ്ടെങ്കിൽ, വആഖിബത്തി അംരി, എന്റെ പാരത്രിക വിഷയത്തിലുമെല്ലാം അത് ഉത്തമമായതായി നിനക്ക് അറിവുണ്ട് എങ്കിൽ, അഥവാ ആജിലി അംരി വ ആജിലിഹി, എന്റെ ഇഹത്തിലും പരത്തിലും അത് ഖൈറായതായി എനിക്ക് ഉത്തമമായതായി നിനക്ക് അറിവുണ്ട് എങ്കിൽ, ഫഖ്ദുറുഹു ലീ, അതെനിക്ക് നീ നിശ്ചയിച്ചു തരണേ. വയസ്സിറുഹു ലീ, അതെനിക്ക് നീ എളുപ്പമാക്കി തരണേ. സുമ്മ ബാരിക് ലീ ഫീഹി, എന്നിട്ട് അതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണേ, നീ അനുഗ്രഹം ചൊരിയണേ. അതല്ല, വഇൻ കുൻത തഅലം, നിനക്ക് അറിവുണ്ട് എങ്കിൽ, അന്ന ഹാദൽ അംർ, ഈ കാര്യം, അവിടെ നമ്മുടെ കാര്യം എന്താണെന്നാൽ അത് അറബിയിൽ സൂചിപ്പിക്കാം. അത് ഷർറുൻ ലി, എനിക്ക് തിന്മയാണ് എങ്കിൽ, ഫി ദീനി, എന്റെ ദുനിയാവിലും,
വമആശി വആകിബതി അംരി, എന്റെ ഭൗതിക ജീവിതത്തിലും എന്റെ പര്യാവസാനത്തിലും, അല്ലെങ്കിൽ ഫി ആജിലി അംരി വആജിലിഹി, എന്റെ ഇഹത്തിലും പരത്തിലും എനിക്കത് ഷർറായതായി നിനക്ക് വല്ല അറിവുമുണ്ട് എങ്കിൽ ഫസ്രിഫുഹ അന്നി, അല്ലാഹുവേ എന്നിൽ നിന്നും നീ അത് തെറ്റിച്ചു കളയണേ. വസ്രിഫ്നി അൻഹു, എന്നെ അതിൽ നിന്നും നീ തെറ്റിച്ചു കളയണേ. വഖ്ദുർ ലിയൽ ഖൈർ, എന്നിട്ട് എനിക്ക് ഖൈറായത് ഉത്തമമായത് നീ എനിക്ക് നിശ്ചയിച്ചു തരണേ. ഹൈസു കാന, അത് എങ്ങനെയാണെങ്കിലും നീ അത് എനിക്ക് നിശ്ചയിച്ചു തരണേ. എന്നിട്ട് സുമ്മ അർളിനി, എന്നെ നീ അതിൽ തൃപ്തിപ്പെടുത്തുകയും ചെയ്യണേ എന്നിങ്ങനെ ഖൈറിനെ തേടുവാനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ടായിരുന്നുവെന്ന് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു യാത്രക്കൊരുങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു യാത്ര തീരുമാനിക്കുകയാണെങ്കിൽ, അവിടെ ഇപ്രകാരം 2 റക്അത്ത് നമസ്കരിച്ച ശേഷം ഇരു കരങ്ങളും ആകാശങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇപ്രകാരം ഖൈറിനെ തേടുവാൻ, അല്ലെങ്കിൽ മാർഗനിർദ്ദേശം തേടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നാം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം അൽ അഫ്ളൽ അല്ലാ യുസാഫിറ വഹ്ദഹു, കഴിവിന്റെ പരമാവധി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാതിരിക്കുക എന്നതാണ്. അഥവാ സംഘമായിക്കൊണ്ട് യാത്ര ചെയ്യലാണ് എപ്പോഴും ഉത്തമമായിട്ടുള്ളത്. അംർ ഇബ്നു ശുഐബ് റളിയല്ലാഹു തആലയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അർറാകിബു ശൈത്വാൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നത് അതൊരു പൈശാചികമാണ്, അല്ലെങ്കിൽ അത് പിശാചിന് ഇഷ്ടമായുള്ള കാര്യമാണ്. വറാകിബാനി ശൈത്വാനുൻ, 2 ആളുകൾ യാത്ര ചെയ്യുന്നതും അപ്രകാരം തന്നെ. അഥവാ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴും 2 ആളുകൾ യാത്ര ചെയ്യുമ്പോഴും പിശാചിന്റെ സ്വാധീനം അവരിൽ കൂടുതലായിരിക്കും. എന്നാൽ ഏറ്റവും ഉത്തമമായുള്ളത് വസ്സലാസതു റക്ബുൻ, 3 ആളുകൾ യാത്ര ചെയ്യലാണ്. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്നാണ്. അതിന് വ്യത്യസ്ത കാരണങ്ങൾ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നൽകിയതായി കാണുവാൻ സാധിക്കും. എന്തായാലും ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം ഇഖ്തിയാറു റഫീഖി സ്വാലിഹ് ഫി സഫർ, നല്ലൊരു കൂട്ടുകാരനെ യാത്രയിൽ നാം തിരഞ്ഞെടുക്കുക എന്നതാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെ തിരഞ്ഞെടുക്കണം എന്ന കാര്യം സൂചിപ്പിക്കുന്നതായി കാണാം. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ, അഥവാ ഒരു വിശ്വാസിയോടല്ലാതെ നീ കൂട്ടുകൂടാൻ പാടില്ല. സ്വാഹിബായി, നമ്മുടെ ഉറ്റമിത്രമായി നാം തിരഞ്ഞെടുക്കേണ്ടത് അതൊരു വിശ്വാസിയായിരിക്കണം, ഒരു തഖ്വയുള്ളവനായിരിക്കണം. വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയ്യുൻ, നിന്റെ ഭക്ഷണം നീ കഴിപ്പിക്കേണ്ടത് തഖ്വയുള്ള ആളുകളെ ആയിരിക്കണം. അവിശ്വാസികളെയും അതേപോലെ തന്നെ അപ്രകാരം റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും നാട്ടിൽ തമ്മാടിയായി അറിയപ്പെടുന്നവരെയും യാത്രയിലോ മറ്റോ നീ കൂട്ടുകാരായി സ്വീകരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അത് നാം ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം അയ്യസ്തൗദി അല്ലാഹ അഹ്ലഹു വജീറാനഹു വഅസ്ഹാബഹു, നിന്റെ കുടുംബക്കാരോടും അതേപോലെ തന്നെ നിന്റെ അയൽവാസികളോടും കൂട്ടുകാരോടുമെല്ലാം യാത്ര പറഞ്ഞ് അവരോട് തനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ വസിയത്ത് നൽകുക എന്ന കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റുള്ളവരെ യാത്ര അയക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നതായി കാണാം. അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീമ അമലിക, അഥവാ നിന്റെ ദീനിനെയും നിന്റെ വിശ്വസ്തതയെയും നിന്റെ കർമ്മങ്ങളുടെ പരിണിതിയെയും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന് യാത്ര ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് ഈ പ്രാർത്ഥന നമ്മുടെ കൂട്ടുകാരിൽ നിന്നും, നമ്മുടെ വേണ്ടപ്പെട്ട കുടുംബക്കാരിൽ നിന്നും, അയൽവാസികളിൽ നിന്നും, സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ ഈ പ്രാർത്ഥന ലഭിക്കുവാൻ വേണ്ടി അവരോട് യാത്ര പറയുക എന്നത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ കാര്യം അല്ലാഹ തആല ബിദുആഇ സഫർ, യാത്ര തുടങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, അഥവാ യാത്രയിൽ ചൊല്ലാനുള്ള പ്രാർത്ഥന നാം നിർവഹിക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രാ മൃഗത്തിന്റെ മുകളിൽ കയറിയിരുന്ന് യാത്രക്ക് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് 3 തവണ പറയുകയും ശേഷം സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ യാത്രാ മൃഗത്തെ അല്ലെങ്കിൽ ഈ വാഹനത്തെ നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തന്ന, അതിനെ കീഴ്പ്പെടുത്തി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാണ്. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, നാം ഒരിക്കലും തന്നെ അതിനെ കീഴ്പ്പെടുത്തുന്നവനായിരുന്നില്ല. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, തീർച്ചയായും നാം എല്ലാവരും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി ചെല്ലുന്നവനാണ്.
എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ, അല്ലാഹുവേ ഈ യാത്രയിൽ ഞങ്ങളിതാ നിന്നോട് അൽ ബിർറ വത്തഖ്വ, പുണ്യത്തെയും തഖ്വയെയും നിന്നോട് ചോദിക്കുന്നു. അതേപോലെ തന്നെ വമിനൽ അമലി മാ തർല, ഞങ്ങളുടെ കർമ്മങ്ങളിൽ നിനക്കേറ്റവും തൃപ്തിയാർന്ന കർമ്മങ്ങളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, അല്ലാഹുവേ ഈ യാത്രയെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ. വതുബി അന്നാ ബുഅദ, അതിന്റെ ദൂരത്തെ നീ ഞങ്ങൾക്ക് ചുരുക്കി തരണേ. അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, അല്ലാഹുവേ ഈ യാത്രയിൽ നീയാകുന്നു ഞങ്ങളുടെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞങ്ങളുടെ കുടുംബത്തിൽ നീയാണ് ഞങ്ങൾക്ക് മിത്രമായിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ, അല്ലാഹുവേ യാത്രയുടെ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. വകആബത്തിൽ മൻദർ, വൃത്തികെട്ട അല്ലെങ്കിൽ മോശമായ കാഴ്ചകളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, സമ്പത്തിലും കുടുംബത്തിലും ഉണ്ടാകുന്ന മോശമായ മാറ്റങ്ങളിൽ നിന്നും ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരിച്ചു പോരുമ്പോൾ ആയിബൂന തായിബൂന ആബിദൂന ലിറബ്ബിനാ ഹാമിദൂൻ എന്നും ചേർത്ത് പ്രാർത്ഥിച്ചതായി ഹദീസിൽ കാണുവാൻ സാധിക്കും. അഥവാ ഇതേ പ്രാർത്ഥന ആവർത്തിച്ച ശേഷം വീണ്ടും ആയിബൂന, അല്ലാഹുവേ ഞങ്ങൾ ഇതാ മടങ്ങുന്നു, തായിബൂന തൗബ ചെയ്യുന്നവരായിക്കൊണ്ട് പശ്ചാത്തപിക്കുന്നവരായിക്കൊണ്ട്, ആബിദൂന ലിറബ്ബിന ഞങ്ങളുടെ റബ്ബിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്നവരായിക്കൊണ്ടും, ഹാമിദൂൻ ഞങ്ങളുടെ റബ്ബിന് വേണ്ടി അവനെ സ്തുതിക്കുന്നവരായിക്കൊണ്ടും ഞങ്ങളിതാ മടങ്ങുന്നു എന്നുകൂടി ആ പ്രാർത്ഥനയോട് ചേർത്തി പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ യാത്രയിലുള്ള പ്രാർത്ഥനകൾ നാം കൃത്യമായി പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് തേടിക്കൊണ്ട് യാത്രകൾ നാം നിർവഹിക്കുക എന്നതാണ്. ആറാമത്തേതായിക്കൊണ്ട് കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു അൻ യഖ്റുജ ലിസ്സഫരി യൗമൽ ഖമീസ്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യുമ്പോൾ വ്യാഴാഴ്ച ദിവസം തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, ലഖല്ലമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു ഇദാ ഖറജ ഫീ സഫരിൻ ഇല്ലാ യൗമൽ ഖമീസ്, അഥവാ വ്യാഴാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ യാത്ര ചെയ്യുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വളരെ അപൂർവമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിവിന്റെ പരമാവധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രകൾ വ്യാഴാഴ്ചയിലേക്ക് മാറ്റിവെക്കാറുണ്ടായിരുന്നു എന്നാണ്. അതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്രകാരം വ്യാഴാഴ്ചകളിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന യാത്രകൾ ആ ദിവസത്തിൽ യാത്ര ചെയ്യുവാൻ ശ്രദ്ധിക്കുക എന്നത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഏഴാമത്തേതായിക്കൊണ്ട് ഇദാകാനു ജമാഅതൻ അയ്യു അമിറു അഹദഹും, സംഘമായിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരാളെ അമീറായിക്കൊണ്ട് നേതാവായിക്കൊണ്ട് നിശ്ചയിക്കുക എന്നതാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുന്നു, ഇദാ ഖറജ സലാസത്തുൻ ഫി സഫർ, അഥവാ നിങ്ങൾ മൂന്നാളുകൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫൽയുഅമ്മിറു അഹദഹും, അതിൽ ഒരുവനെ നിങ്ങൾ അമീറായിക്കൊണ്ട് നിശ്ചയിക്കുക എന്നാണ്. അപ്പോൾ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കുവാനും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൽ പരിഹാരം ഉണ്ടാക്കുവാനും ഒക്കെ ഇത്തരത്തിൽ ഒരാളെ അമീറായിക്കൊണ്ട് നേതാവായിക്കൊണ്ട് നിശ്ചയിക്കുകയാണെങ്കിൽ അത് സൗകര്യപ്രദമായിരിക്കും. അത് പ്രവാചക അധ്യാപനമാണ് എന്ന് നാം മനസ്സിലാക്കുക. മറ്റുള്ളവരെല്ലാം അമീറിനെ അനുസരിക്കുക എന്നത്, നേതാവിനെ അനുസരിക്കുക എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്. എന്നാൽ അവരുടെ ഏകാധിപത്യം ഉണ്ടായിരിക്കുവാൻ പാടില്ല. അമീർ പറയുന്ന കാര്യങ്ങൾ അത് മൊത്തത്തിൽ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളായിരിക്കണമെന്നും അതേപോലെ തന്നെ സ്വന്തമായി തോന്നിയ പോലെ തീരുമാനമെടുക്കുക എന്നത് ഉത്തരവാദിത്തമുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം യോജിച്ച കാര്യമല്ല എന്നും നാം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. എട്ടാമത്തെ കാര്യം അത്തക്ബീർ ഇദാ സഅദ ഉലുവൻ വത്തസ്ബീഹു ഇദാ നസൽ, അഥവാ കയറ്റങ്ങൾ കയറുമ്പോൾ തക്ബീറുകൾ ഉരുവിടുക എന്നതും ഇറക്കം ഇറങ്ങുമ്പോൾ തസ്ബീഹുകൾ ഉരുവിടുക എന്നതുമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വജുയൂശുഹു ഇദാ അലൗ സനായ കബ്ബറു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവുമെല്ലാം യുദ്ധത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ യാത്രകൾ ചെയ്യുമ്പോൾ കയറ്റങ്ങൾ കയറുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയാറുണ്ടായിരുന്നു. വഇദാ ഹബിതു സബ്ബഹു, ഇറക്കങ്ങൾ ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നും പറയാറുണ്ടായിരുന്നു. ഒൻപതാമത്തെ കാര്യം ഇദാ നസല ബലദൻ ഇസ്തആദ ബില്ലാഹി മിൻ ശർരിഹാ,
മറ്റൊരു നാട്ടിൽ ചെന്നിറങ്ങുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള തിന്മകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുക എന്നതാണ്. ഖൗല ബിൻത് ഹക്കീം അസ്സുലൈമ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്നിറങ്ങിയാൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്, അഥവാ അള്ളാഹുവിന്റെ പരിപൂർണമായ കലിമത്തുകൾ കൊണ്ട്, ആ ഉത്തമമായ അവന്റെ വാചകങ്ങൾ കൊണ്ട് ഞാനിതാ കാവൽ തേടുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചതായ സകലമാന ശർറുകളിൽ നിന്നും ഞാൻ ഇതാ കാവൽ തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്രകാരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ലം യദുർഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക, അവിടെ നിന്ന് അവന്റെ വീട്ടിലേക്ക് മടങ്ങുന്നത് വരെ യാതൊരു ഉപദ്രവവും അവനെ ബാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ ആ ഒരു പ്രാർത്ഥന നാം ശ്രദ്ധിക്കുക. മറ്റൊരു നാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഇപ്രകാരം അവിടെയുള്ള തിന്മകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടുക എന്നതാണ്. 10ാമത്തെ കാര്യം, അല്ലാ തുസാഫിറൽ മർഅ ഇല്ലാ മഅ മഹറം, ഒരു സ്ത്രീയാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ കൂടെ മഹറമിനെയും ചേർക്കുക എന്നതാണ്. മഹറമില്ലാതെ യാത്രക്ക് ഒരുങ്ങാതിരിക്കുക എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തുസാഫിറുൽ മർഅ ഇല്ലാ മഅ ദി മഹറം, അഥവാ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മഹറമില്ലാതെ അവൾ യാത്ര ചെയ്യാതിരിക്കട്ടെ. വലാ യദ്ഖുലു അലൈഹാ റജുലുൻ ഇല്ലാ വമഅഹാ മഹറമുൻ, അതേപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റൊരു പുരുഷന്റെ അരികിലേക്ക് അവൾക്ക് കടക്കേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ അവളുടെ അരികിലേക്ക് വരേണ്ടി വരികയാണെങ്കിൽ, എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥമോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരികയാണെങ്കിൽ അപ്പോഴും അവളുടെ മഹറം അവളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആ വേളയിൽ ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ അഖ്റുജ ഫീ ജയ്ശി കദാ വകദാ, പ്രവാചകരെ ഇന്നാലിന്ന സൈന്യത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വംറഅതി തുരീദുൽ ഹജ്ജ്, ആ ഒരു സന്ദർഭത്തിൽ എന്റെ ഭാര്യ ഹജ്ജിന് വേണ്ടി പോകുവാനും ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഞാൻ മഹറമായിക്കൊണ്ട് അവളുടെ കൂടെയാണോ പോകേണ്ടത്, അതല്ല ഈ യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ സൈനികനായിക്കൊണ്ട് തയ്യാറായി വരികയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ അതിന് മുൻഗണന നൽകിക്കൊണ്ട് ഉഖ്റുജ് മഅഹാ, നീ അവളുടെ കൂടെ പോവുക എന്ന് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ആ ഒരു സംഭവത്തിൽ നിന്ന് മഹറമില്ലാതെ യാത്ര ചെയ്യുന്നത് എത്രത്തോളം ഗൗരവമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ആ ഒരു വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ നാം എടുക്കുക. ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും എത്ര വലിയ കാര്യങ്ങൾക്കാണെങ്കിലും മഹറമില്ലാതെ ഒറ്റയ്ക്ക് ഒരു സ്ത്രീ യാത്ര ചെയ്യുക എന്നത് തീർത്തും സുരക്ഷിതമല്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മര്യാദകൾ വളരെ ഗൗരവത്തോടുകൂടി നാം പാലിക്കുക. 11ാമത്തെ കാര്യം, ദഅവത്തുൽ മുസാഫിർ മിനദ് ദഅവാത്തിൽ മുസ്തജാബ, യാത്രക്കാരനായി നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ മൂല്യമുണ്ട് എന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ, 3 പ്രാർത്ഥനകൾ അത് അല്ലാഹുവിങ്കൽ സ്വീകാര്യോഗ്യമായ പ്രാർത്ഥനയാണ്. ഒന്നാമത്തേത് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. രണ്ടാമത്തേത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. മൂന്നാമത്തേത് ദഅവത്തുൽ വാലിദ് അലാ വലദിഹി, മാതാപിതാക്കൾ നടത്തുന്ന മക്കൾക്കെതിരെയുള്ള പ്രാർത്ഥന. ഇത് 3ഉം വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതായിരിക്കും. അല്ലാഹുവിനും ഈ പ്രാർത്ഥനകൾക്കുമിടയിൽ മറയുണ്ടായിരിക്കുകയില്ല എന്ന കാര്യം നാം ശ്രദ്ധിക്കുക. യാത്രയിൽ പ്രയാസങ്ങൾ നേരിടുന്ന ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കരങ്ങൾ ഉയർത്തുവാൻ മറന്നു പോകരുത്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുള്ള ഇസ്തിഗ്ഫാറുകളും അല്ലാഹുവിലേക്ക് നാം ഉയർത്തേണ്ടതുണ്ട്. 12ാമത്തെ കാര്യം, യാത്ര ചെയ്യുന്ന വേളയിൽ ആരാധനകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇളവുകൾ നാം മനസ്സിലാക്കുക, അത് സ്വീകരിക്കുക എന്നതാണ്. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് ഖസ്റുസ് സ്വലാ, നമസ്കാരം ചുരുക്കി നമസ്കരിക്കുക എന്നതാണ്, ഖസ്ർ ചെയ്യുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 101ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ദറബ്തും ഫിൽ അർദി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുൽ ലദീന കഫറു
ഇന്നൽ കാഫിരീന കാനൂ ലക്കും അദുവ്വൻ മുബീന. അഥവാ നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധികൾ നിങ്ങൾക്ക് നാശം വരുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല. തീർച്ചയായും സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാകുന്നു. അപ്പോൾ ഈ രീതിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഖസ്ർ ചെയ്യുവാനുള്ള അനുവാദം നമുക്കുണ്ട്. അത് നാം മനസ്സിലാക്കുക. അത് ദീർഘമായി പഠിക്കേണ്ട വിഷയമാണ്. ആ രീതിയിൽ തന്നെ നാം മനസ്സിലാക്കുക എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ യാത്രയിലാണ് ഖസ്ർ ചെയ്യുവാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ദീർഘമായി നാം ചർച്ച ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ആഴത്തിൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. രണ്ടാമത്തെ കാര്യം അൽ മസ്ഹു അലൽ ഖുഫൈൻ. ശുദ്ധിയാകുന്ന വേളയിൽ കാലിൽ ധരിക്കുന്ന സോക്സ്, ഷൂ പോലുള്ള കാര്യങ്ങൾ അതിന്മേൽ തടവുക എന്ന ആ ഒരു മസ്അലയാണ്. അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക. ശുറൈഹ് ബിൻ ഹാനി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ ചെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരെ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതിന്റെ കാരണം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു എന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഏറ്റവും വിശദമായി അറിയുന്നത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക എന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ അവർ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത അയ്യാമിൻ വലയാലിഹിന്ന ലിൽ മുസാഫിർ. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം ഖുഫയിൽ തടവുക എന്നത്, സോക്സും ഷൂ ഇട്ട് wudu എടുക്കുമ്പോൾ അത് അഴിക്കാതെ അതിന്റെ മേൽക്കൂടി തടവുക എന്ന ആ ഒരു രീതി യാത്രക്കാർക്ക് 3 രാവും 3 പകലുമാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ യാത്രയിലല്ലാതെ നാട്ടിൽ താമസിക്കുന്നവർക്കാണ് എങ്കിൽ വയൗമൻ വലൈലതൻ ലിൽ മുഖീം, 1 രാവും 1 പകലുമാണ് അങ്ങനെയുള്ളവർക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇതും നാം നേരത്തെ പറഞ്ഞതുപോലെ വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്കത് വിശദീകരിക്കാം. യാത്രക്കാരൻ എന്ന നിലക്ക് നമുക്ക് അനുവദിക്കപ്പെടുന്ന 3ാമത്തെ ഇളവ് എന്താണെന്നാൽ അത്തയമ്മുമു ഇൻദ ഫഖ്ദിൽ മാ, വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളിൽ തയമ്മും ചെയ്യുക എന്നുള്ളതാണ്. യാത്രയിലാണെങ്കിലും അല്ലാത്ത സന്ദർഭങ്ങളിലാണെങ്കിലും ഇത് ബാധകമാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിൽ 43ാമത്തെ വചനത്തിൽ കാണാം, വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബൻ ഫംസഹു ബിവജൂഹികും വഅയ്ദീകും. അഥവാ നിങ്ങൾ രോഗിയായിരിക്കുകയോ യാത്രയിലായിരിക്കുകയോ ചെയ്താൽ, അതുമല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞു വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് ശുദ്ധിയാകുവാൻ വെള്ളം കിട്ടിയിട്ടുമില്ല എങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് തയമ്മും ചെയ്യുക, അഥവാ നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവിക്കൊള്ളുക എന്നാണ്. അപ്പോൾ യാത്രയിലാണെങ്കിലും ഈ ഒരു ഇളവ് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. വെള്ളം ലഭിക്കാത്ത സാഹചര്യമാണെങ്കിൽ പ്രകാരം തയമ്മും നിർവഹിച്ചുകൊണ്ട് ശുദ്ധിയാകാവുന്നതാണ് എന്ന കാര്യം നാം മനസ്സിലാക്കുക. 4ാമത്തെ കാര്യം അൽ ഫിത്റു ഫിസ് സഫർ. യാത്രകളിൽ നോമ്പ് കാലമാണെങ്കിൽ നോമ്പ് ഒഴിവാക്കാം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 178ാമത്തെ വചനം, വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖർ. അഥവാ ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം മറ്റു ദിവസങ്ങളിൽ അത്രയും എണ്ണം നോമ്പെടുത്ത് വീട്ടാവുന്നതാണ്. അഥവാ ആ വേളയിൽ നോമ്പൊഴിവാക്കൽ അനുവദനീയമാണ് എന്നാണ്. ഇപ്രകാരം യാത്രയിൽ അറിഞ്ഞിരിക്കേണ്ട ഈ വക കാര്യങ്ങളും നാം മനസ്സിലാക്കുക. അതേപോലെ തന്നെ മര്യാദകൾ കൃത്യമായി പാലിക്കുവാനും നാം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.